ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. ഇപ്പം നമ്മളെല്ലാവരും വെറുതെ വീട്ടിലിരിക്കുമായിരിക്കും അല്ലേ? എന്തിനാ ഇങ്ങനെ വെറുതെ വീട്ടിൽ സമയം കളയുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഗാർഡനിലേക്ക് നോക്കി നോക്കൂ. നമ്മുടെ പലരുടെ ഗാർഡൻ ഇപ്പം വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തെടുത്താലോ? നമുക്ക് നല്ല മനോഹരമാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചട്ടിയൊക്കെ ഉള്ളവരുടെ കേസിലാണെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ചട്ടിയൊന്നും ഇല്ലാത്തവരാണെങ്കിലോ, ഇപ്പം നമുക്ക് പുറത്തുപോയി വാങ്ങിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഐഡിയ തന്നെ യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ വരും. അപ്പോൾ ആ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡൻ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ കേസിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ 2-3 കിലോ അച്ചാറൊക്കെ മേടിക്കുമ്പോൾ വലിയ ബോട്ടിൽ കിട്ടില്ല, അപ്പോൾ ആ ബോട്ടിൽ എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ കടയിലൊക്കെ മിഠായി ഇട്ട് വയ്ക്കുന്ന ആ ഒരു വലിയ പാത്രമില്ല, അത് വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. നമുക്ക് ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതിന് ചുറ്റും ചെറിയ ചെറിയ ഇലച്ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചുറ്റും ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ തന്നെ. അതിനുവേണ്ടി സോൾഡറിങ് അയണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന് ചുറ്റും 2 ബോട്ടിലും ചുറ്റും എവിടെയൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തു. 2 ബോട്ടിലും ഞാൻ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുഞ്ഞ് ഇലച്ചെടിയാണ്. അപ്പം നമ്മൾ നടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മണ്ണ് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചകിരി കൊണ്ട് നമ്മൾ നടുന്ന ആ തണ്ടിന് ചുറ്റും കവർ ചെയ്തു. അതിന് ശേഷമാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ റൗണ്ടിലും ഞാനിങ്ങനെ ചകിരി കൊണ്ട് കവർ ചെയ്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കും. നെക്സ്റ്റ് അതുപോലെ കവർ ചെയ്തതിന് ശേഷം പിന്നെ മണ്ണിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഫുള്ള് നട്ടെടുത്തത്. കാരണം നമ്മൾ ചകിരി കൊണ്ട് കവർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനെ നടുകയാണെങ്കിൽ അതിനുള്ളിൽ ചകിരി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി കൊണ്ടോ എന്തെങ്കിലും ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ. ആ തണ്ട് ഡാമേജ് ആവാത്ത വിധത്തിൽ വേണം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെക്യൂർ ചെയ്തതിന് ശേഷം വേണം മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ നട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് വളരുന്ന സമയത്ത് ഓരോ ഹോൾസിൽ കൂടെ നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഇത് മൊത്തത്തിൽ കവറായി കഴിയുമ്പോൾ നമ്മുടെ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണാത്ത വിധം കവറായി പോകും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മിനറൽ വാട്ടറിൻ്റെ ഒരേ കളറുള്ള ഒരേപോലത്തെ കുറച്ച് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബോട്ടം പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളയണം. നമ്മളിത് തലേ കുത്തിനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണ് നിറയ്ക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ബോട്ടം പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ നമ്മൾ ഓപ്പണിംഗ് പോർഷനിലാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. അപ്പം ചെടി നടുമ്പോൾ അതിനുള്ളിൽ കൂടെ മണ്ണ് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ചകിരി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചകിരി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ളൊരു തുണി യൂസ് ചെയ്യാം. ഞാൻ അവിടെ ജീൻസിൻ്റെ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കട്ട് കൊടുത്തിട്ട് നമ്മുടെ ഏത് ചെടിയാണ് നടുന്നത് ആ ചെടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തത്. അതായത് നമ്മുടെ കടലയൊക്കെ നമ്മൾ മടക്കിയെടുക്കില്ല, ആ ഒരു രീതിയിൽ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം ഈ ചെടി അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചകിരി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നടുമ്പോൾ നമുക്ക് ഇതിന് ടോപ്പിലും ബോട്ടത്തിലും ഒരേപോലെ നമുക്ക് ചെടികൾ നടാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് എവിടെയെങ്കിലും വെച്ചാൽ ഹാങ് ചെയ്തിടാം. ഇനി കാണാൻ പോകുന്നൊരു വെറൈറ്റി ഐഡിയ ആണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ കണ്ടപോലെ 2 ബോട്ടിൽസ്, വലിയ ബോട്ടിൽസ് എടുത്തു. അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ബോട്ടം പോർഷൻ കൊണ്ട് നമുക്കിനി യൂസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ വേണ്ടത് ഇതിൻ്റെ ടോപ്പ് പോർഷനാണ്. 2 ബോട്ടിലിൽ സെയിം ഷേപ്പ് വരുന്ന 2 ടോപ്പ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഞാൻ അത് രണ്ടും കൂടി ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമുക്കൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനത്തെ 2 ഷേപ്പ് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഞാൻ റെഡ് കളറും ഒന്നിൽ ബ്ലാക്ക് കളറും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 2 ഷേപ്പ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പോർഷൻ കവർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ സെയിം ബോട്ടിലിൽ തന്നെ ക്യാപ്പ് കൊണ്ട് അതിൻ്റെ ഒരു വശം ഞാനിങ്ങനെ അടച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഡ്രൈനേജ് ഹോൾ ഇടണം. അതിന് വേണ്ടി ഞാൻ അതിൻ്റെ അടപ്പിൽ ഞാൻ ഡ്രൈനേജ് ഹോൾ ഇടുന്നില്ല, പകരം അതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഡ്രൈനേജ് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ പോലെ തന്നെ. അങ്ങനെ 2ലും ഞാൻ ഡ്രൈനേജ് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ പോലെ നമ്മൾ മണ്ണ് നിറച്ച് അതിൻ്റെ മുകളിൽ ചെടി നട്ടു. എന്നിട്ട് നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ തൂക്കിയിടുന്ന രീതിയിലാണ് ഞാൻ ഇതും ചെയ്തിരിക്കുന്നത്.
കാണാൻ പോകുന്ന ഐഡിയ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും. ഇങ്ങനത്തെ കുറച്ച് ബോട്ടിൽസ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം പകുതി മാത്രം കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ പകുതിക്ക് മാത്രം കട്ട് ചെയ്തെടുത്ത്, കാരണം നമ്മൾ അവിടെയാണ് ചെടി നടാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഞാനിത് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ആ 3ഉം ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തൂക്കാൻ വേണ്ടിയിട്ട് നടുക്കുന്ന, അതായത് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻ വെച്ചിട്ട് 3 എണ്ണം ഒരുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രൈനേജ് ഹോൾ ഇട്ടിട്ടുണ്ടാവും ഐഡിയയിൽ, കാരണം അത് മറന്നു പോകരുത്. വെള്ളം പോകാൻ വേണ്ടി ഡ്രൈനേജ് ഹോൾ എന്തായാലും വേണം. ആ ഡ്രൈനേജ് ഹോൾ ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചകിരി നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. കാരണം ചകിരി നിരത്തിയില്ലെങ്കിൽ നമ്മൾ മണ്ണ് വന്നിട്ട് ആ ഹോൾ അടഞ്ഞു പോകും. അതുകൊണ്ട് ചകിരി നിരത്തിയതിന് ശേഷം ഞാൻ മണ്ണിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ തൂക്കിയിട്ടതിന് ശേഷം ഓരോ ചെടികളായിട്ട് നട്ടു കൊടുക്കാം. ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ വലിയ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി മാറ്റിയില്ലേ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബോട്ടം പോർഷൻ ബാക്കിയുണ്ട്. ആ ബോട്ടം പോർഷൻ അങ്ങനെ തന്നെ നമുക്ക് ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗ് എന്ന നിലയിൽ നമുക്ക് അതിനെ കളർ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് പോലെ അല്ലെങ്കിൽ ചെടിച്ചട്ടി പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിൽ ഐഡിയാസൊക്കെ. ഇത് എൻ്റെ മാത്രം ഐഡിയ അല്ല കേട്ടോ, വീട്ടിലെ ചാച്ചൻ്റെയും അമ്മച്ചിൻ്റെയും ഒക്കെ കൂടി ഒരു ഐഡിയ ആണ്. കാരണം ഞാൻ ഓൾറെഡി മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചാച്ചനും അമ്മച്ചിയാണ് വീട്ടിലെ ചെടിയുടെ മെയിൻ ആൾക്കാരെന്ന്. അപ്പം അവരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഐഡിയ ആണ് നിങ്ങളീ കാണുന്നത്. എൻ്റെ മാത്രം ഐഡിയ അല്ല, ചാച്ചനും അമ്മച്ചിയും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഈ ഒരു ചെറിയ സ്പാർക്ക് നിങ്ങൾക്ക് വലിയ സ്പാർക്കായിട്ട് സ്ട്രൈക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു വലിയ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. അപ്പം ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പലരുടെ ഐഡിയാസും കൊണ്ട് നമുക്കൊരു വലിയ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ഗാർഡൻ സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ടേക്ക് കെയർ, ബൈ.